നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കിതില് ഓർക്കം കിട്ടില്ല എന്ന് എനിക്കറിയാം. അല്പസമയം കൂടി മതി എനിക്ക്. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ നാടകം കളിക്കുന്നതും ഈ വീട് ആയുധപ്പുരയാക്കി മാറ്റുന്നു. എന്തായാലും പറ്റിയൊരു കൂട്ടും കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മശ്രീ സോമൻ അച്ചച്ചൻ. നാളെ ശരത്തിന്റെ പാപത്തിന്റെ ശമ്പളം ഏറ്റുവാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? ദൈവികമായി പുഷ്പവിമാനത്തില് ശരത്ത് അങ്ങ് പോവും. അതിനു മുമ്പ് നമ്മുടെ ശത്രുക്കളെ ഒന്നൊന്നായി തീർക്കണം. ശരത്തിന്റെ വഴി തടയാൻ ഒരു ജഡായുവും ഉണ്ടാവാൻ പാടില്ല. എടാ ശരത്തേ, ആ കൃത്യസമയത്ത് തന്നെ നീ വന്നല്ലോ. നീ കൊന്ന ആളിനോടെ ഞാൻ സംസാരിക്കുമായിരുന്നു. വേറൊന്നുമല്ല, നിന്നോട് എപ്പോഴും പറയുന്നത് തന്നെ. നിന്നെ ഞാൻ കൊത്തിയെടുത്ത് പറക്കുന്നതോടെ കഥയ്ക്ക് ശുഭാന്ത്യമെന്ന്. അതിനു മുൻപ് നിന്റെ അന്ത്യം നടക്കുമല്ലോടാ. എന്തായിരുന്നു സോമൻ അച്ചച്ചനെ കൂട്ടുപിടിച്ചൊരു ഗൂഢാലോചന? എന്താണെങ്കിലും നിനക്കെന്താടി? നീ നിൽക്കുന്നിടം മൂച്ചോടെ മുടിക്കാൻ ശരത്ത് എന്തും ചെയ്യും. അതിന് തടയിടാനാണല്ലോടാ ദൈവം എന്നെ ഇവിടെ എത്തിച്ചത്. അവിടെ നിനക്ക് തെറ്റി. നീ ഇവിടെ നിന്നല്ല, എവിടാണെങ്കിലും ഞാൻ പിന്നാലെ വന്നനെ. നീ കാരണം ഈ യുദ്ധക്കളത്തിൽ വീണുപോയ, ചിറകെരിഞ്ഞ് തീപ്പൊട്ടുകളായി പോയ പാവങ്ങളാണടി ഈ വീട്ടുകാര്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു, പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് യുദ്ധത്തിനിറങ്ങാൻ. പറയാൻ ഭയന്നിട്ടോ മടിച്ചിട്ടോ പറയാൻ ഒരു കഥയില്ലാഞ്ഞിട്ടോ അല്ല. നിനക്ക് നേരെ, നിന്റെയും മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി ചിലത് ചോദിക്കേണ്ടതും അനുഭവിച്ച കഥയിലെ കനലുകളും നീറ്റലുകളും പറയേണ്ടതും വേറൊരാളാ. എന്തിനവര് വരാൻ താമസിക്കുന്നു എന്നായിരിക്കും നീ കരുതുന്നത്. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. നിന്റെ കഴുത്തില് എന്റെ താലിയില്ലാത്തതിന്റെ കുറവ്. അതവരുടെ ശപഥമാണ്. എന്റെ കല്യാണ പെണ്ണായി നിന്നെ കാണണമെന്നുള്ളത്. നീ അവരുടെ ആയുഷ്കാല അടിമയാവണമെന്നുള്ളത്. നിനക്ക് ഭ്രാന്ത. പക ഭ്രാന്ത് തന്നെ അടി. ഈ ഭ്രാന്ത് പക്ഷേ എനിക്ക് നിന്നോടുള്ള ഭ്രമമല്ല, ഒരാട കണ്ണുനീരിന്റെ മറുപടിയാ. ഇനിയും കലശത്തിനുള്ളിൽ അണയാതെ കിടക്കുന്ന ഒരു കനൽ പൊട്ടിനോടുള്ള പ്രായച്ചിത്തം. എന്നതാ അടുത്ത പദ്ധതിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മോനെ. ആ സ്വാമിയുമായിട്ട് എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഗൂഢാലോചനയൊക്കെ നടക്കട്ടെ മമ്മ. വേണ്ടി വന്ന സ്വാമിയെ ഞാനങ്ങ് പുതപ്പിക്കും. അതോടെ ജയശങ്കറിന്റെ അടുത്ത ചിറക് ഒടിയുമല്ലോ. അത് വേണം, പക്ഷേ മോ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിച്ചോളാം മമ്മ. പപ്പയുടെ കല്ലറയ്ക്കടുത്ത് ഉറങ്ങാൻ വേണ്ടിയല്ലല്ലോ ഞാൻ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. എന്റെ പപ്പയ്ക്ക് കല്ലറ ഒരുക്കിയവരെ കുറ്റവിചാരണ നടത്തി ശിക്ഷ വിധിക്കാനല്ലേ. പിന്നെ പപ്പ ആശിച്ചതൊക്കെ വെട്ടിപ്പിടിക്കാനും. ഞാനത് നടത്തിയിരിക്കും. മമ്മയ്ക്ക് അതിൽ ഒരു സംശയം വേണ്ട. മമ്മയ്ക്ക് ഒരു സംശയമില്ല, എന്റെ മോൻ ജയിക്കും. അതിനല്ലേ മമ്മ 3 നേരവും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നേ. 3 നേരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ 3 നേരം കഴിക്കാനുള്ള മെഡിസിൻ കഴിച്ചോ? കഴിച്ചു മോനെ. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല മമ്മ. മമ്മ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന്, ആരോഗ്യം നോക്കുന്നുണ്ടെന്നൊക്കെ
ഉറപ്പാക്കേണ്ടത് എന്റെ കടമയല്ലേ. അത് ശരിയാ. എന്നാ ശരി മമ്മ, ഞാൻ വിളിക്കാം. ആ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ മമ്മ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു വക്കീലെ, കഥയുടെ കാതൽ സ്വാമിയാ. സ്വാമിയെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കാൻ പറ്റുമെന്ന് വക്കീലം നോക്ക്. സാധ്യതയില്ല, എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ ഇവിടെ? പ്രേതമോ? പറഞ്ഞ് നീ വീടൊരു പ്രേതാലയമാക്കുമല്ലോ. ശരിക്കും നോക്കവിടെ, അവിടെ മുറ്റത്ത് നിപ്പുണ്ട്. കണ്ണും തുറച്ചു പിടിച്ച് കൈകളും താഴ്ത്തിയിട്ട് ഒരു വലിയ രൂപം. എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഇതൊക്കെ അപ്പച്ചിയുടെ ഓരോ തോന്നലാ. വെറുതെ അതിന്റെ പുറകെ പോയി അപകടം വരുത്തണ്ട. എന്റെ തോന്നലാണെങ്കിൽ അപകടം വരുന്നത് എങ്ങനെയാ? പോയി നോക്ക്. ഞാൻ നോക്കിട്ട് വരാം. എന്താ, ആരെങ്കിലും കണ്ടോ? ഏയ്, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ഇതൊക്കെ അപ്പച്ചിയുടെ തോന്നലാ. തോന്നലൊന്നുമല്ല, ഇതിന് ഭ്രാന്തെന്നാ പറയുക. വെറുതെ രാത്രി മനുഷ്യൻ മെനക്കെടുത്താൻ. ഭ്രാന്താന്നും പറഞ്ഞിരുന്നോ? കഴുത്തിന്ന് തല പോയി കഴിയുമ്പോ വിശ്വസിച്ചാ മതി. ആരൊക്കെ ഏതൊക്കെ കൂടും പൊട്ടിച്ച് ഇറങ്ങിയിരിക്കുന്നെന്ന് ആർക്കറിയാം. കർത്താവേ കാത്തോണേ. എന്താ രഞ്ജൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. സാറ് പോയി കിടന്നു. വാ. ജയശങ്കർ സാറാണല്ലോ. എന്തു പറ്റി? ആ സാറാ, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുള്ളൂ. വരുന്ന വഴിക്ക് നമ്മുടെ നാഗർകോവ് ടീമിലെ ദുരയ്യെ കണ്ടു. കൂട്ടത്തില് അവനാണല്ലോ നമ്മളോട് കുറച്ച് ചായ ഉള്ളത്. എന്നിട്ടവൻ കാശിന്റെ പുതിയ കണക്ക് വല്ലതും പറഞ്ഞോ? അവനൊരു അപ്പാവി പയ്യൻ. വയറ് നിറച്ച് ഹൈദരാബാദി ബിരിയാണി വാങ്ങിക്കൊടുത്തു. 1/2 ലിറ്റർ ബ്രാൻഡിക്കുള്ള കാശും കൊടുത്തു. അതുപോലെ. ഇവിടെ ഒരു പുതിയ പ്രശ്നം. എന്തു പറ്റി സാർ?
കാഞ്ചന മുറ്റത്തേതോ സ്ത്രീയെ കണ്ടെന്ന്. സ്ത്രീയോ? കൊള്ളാം. ഈ കാഞ്ചനമേടല്ല ആള്. അവിടുന്ന് വല്ല വാഴക്കൈ അനങ്ങിയതോ? ഏയ്, അതല്ല സ്വാമി. ആരോ വന്നു പോയിട്ടുണ്ട്. ആര് വന്നു പോവാനാ സാറേ? അതും ഈ രാത്രിയിൽ ഒരു സ്ത്രീ. എന്ത് കാര്യത്തിന്? അതറിയില്ല സ്വാമി. നമ്മളറിയാതെ എന്തൊക്കെയോ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നിറത്തോക്കുമായി ഒന്ന് കളത്തിലിറങ്ങണം. ഊന്നുവടി ഉപേക്ഷിക്കാൻ സമയമായി എന്നർത്ഥം.